ഓം നമ ശിവായ. ഇപ്പോൾ സൈക്കോളജിയിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന സമയത്ത് മനസ്സിനെ കുറിച്ച് വളരെ ആഴത്തിൽ ഞാനിങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് മേ ബി പലപ്പോഴും വന്നിട്ടുള്ളതായിരിക്കും, ഞാൻ എൻ്റെ പുസ്തകത്തിലും അത് എഴുതിയിട്ടുണ്ട്. നമ്മുടെ പഴയ തറവാടുകൾക്കൊക്കെ പൂമുഖം, അകമുറി, നിലവറ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ആർക്കാണെങ്കിലും വന്നിരിക്കുന്ന സ്ഥലം പൂമുഖം, വേണ്ടപ്പെട്ടവർ അകമുറിയിലേക്ക് പോകുന്നു, കുടുംബത്തിലെ ഒരാൾ മാത്രം ഇതിലേക്ക് പോകുന്നു. അപ്പം മൈൻഡിനെ അതുപോലെ ഈ നമ്മുടെ ഏറ്റവും പ്രിമിറ്റീവായിട്ടുള്ളൊരു മൈൻഡൊന്നും അതിനെ ഈ നിലവറയായിട്ടും. അപ്പം നിലവറയിലാണ് നമ്മൾ സാധാരണയായിട്ട് ഈ ദേവി ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഭരദേവത ഇരിക്കുന്നതെന്ന് പറയുന്ന ആ ഒരു സങ്കല്പം എനിക്ക് വളരെ ആകർഷകമായിട്ട് തോന്നി. അപ്പം മൈൻഡ് എന്ന് പറയുന്നത് ഒരു ടൂളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏതൊക്കെയോ കുറച്ച് ഭാഗങ്ങൾ നമ്മളിങ്ങനെ ഇപ്പോൾ ഒരു വെഡിങ് വെയിൽ ചില സമയങ്ങളിലൊക്കെ തറയിൽ ഇങ്ങനെ വലിച്ചടച്ചുകൊണ്ട് അതിൻ്റെ തുമ്പ മാത്രം ചീത്തയാവും, ബാക്കിയുള്ളതാവില്ല എന്ന് പറയുന്ന പോലെ അകത്തോട്ട് വരുന്നതോറും അതിങ്ങനെ ശാന്തമായിരിക്കുന്ന ഒരു ഭാവത്തിൽ നമ്മൾ ഇതിനെടുക്കുന്നു. അപ്പോൾ ഈ മൈൻഡ് എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. പക്ഷെ അതിൽ അങ്ങ് പറഞ്ഞതുപോലെ വാസനകളുടേതായ ഒരു സംഗതി കൊണ്ട് അതിൻ്റെ പല ഭാഗങ്ങളിൽ അതിന് ചെറിയ ചെറിയ സിമുലേഷൻസ് വരുന്നു, അതിൻ്റെ ഡിഫറെൻറ്റ് കോൺസെപ്റ്റുകൾ വരുന്നു. അപ്പം അങ്ങനെയാണ് എങ്കിൽ അപ്പം നമ്മൾ കർമ്മ എന്ന് പറയുന്നതിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരും. അപ്പം കർമ്മ എപ്രകാരത്തിലാണ് നമുക്കിതിനെ സ്വാധീനിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ചോദ്യം. അത് ഇപ്പോൾ കർമ്മം എന്ന് വെച്ചാൽ ആക്ഷൻ. അതെ. അപ്പം കർമ്മത്തിന് മറ്റൊരു മീനിങ്ങും കൂടെ ഉണ്ട്, റിസൾട്ട് ഓഫ് ആക്ഷൻ. അതെ അതെ. എന്റെ കർമ്മം കൊണ്ട് ഇങ്ങനെ ആയി പറയുമ്പോൾ അത് അതിന്റെ അർത്ഥം കുറച്ച് മാറും. അപ്പം ആക്ഷനും റിസൾട്ട് ഓഫ് ആക്ഷനും കൂടെ ചേർന്നതാണ് കർമ്മം ആണ്. അപ്പൊ ഈ ആക്ഷന്റെ റൂട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എവിടെ നിന്നാണ് ഈ ആക്ഷന്റെ റൂട്ട് വരുന്നതെന്ന് നോക്കുമ്പോൾ ഒരു ചിന്ത വന്നിട്ടല്ലേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. ആദ്യം വരെ അവിടെ പോകണം എന്ന് തോന്നിച്ചു, പിന്നെ അതിന് പുറപ്പെടുക അങ്ങോട്ട് പോകും. അതിനു മുമ്പ് ഒരു റാഷണൽ പ്രോസസ്സൊക്കെ വരും, പോയാൽ പറ്റുമോ, ഇപ്പം വണ്ടി കിട്ടുമോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. എന്നിട്ട് പോകാമെന്ന് തീരുമാനിച്ചു, പിന്നെ നിൽക്കാൻ ഒക്കത്തില്ല, പിന്നെ അങ്ങ് അപ്പം നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളെല്ലാം പെട്ടെന്ന് സ്റ്റിമുലന്റ്, പിന്നെ ആ വഴിക്ക് അങ്ങോട്ട് പോകാം. പോകുന്ന വഴിക്ക് കിട്ടുന്ന അനുഭവങ്ങളെല്ലാം മെമ്മറി എടുത്തിട്ട് വെക്കുകയാണ്. ഈ തോട്ട് വന്നത് മെമ്മറിയിൽ നിന്നാണ്. ഈ ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ നടക്കുന്ന മൊത്തം കാര്യങ്ങൾ അപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്ത് അതും സൂക്ഷിച്ചു വെക്കുകയാണ്. ഇങ്ങനെ ഈ പ്രോഗ്രാം, കർമ്മത്തിന്റെ പ്രോഗ്രാം സബ്റ്റിലായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുക. സബ്റ്റിൽ പ്രോഗ്രാമാണ്. അപ്പോൾ ഇനി ഇതിന് സട്ടിലായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിരിക്കുന്നു നമ്മുടെ പഴയ ആചാര്യന്മാർ. അപ്പം അവർ കണ്ടത് ഇപ്പം മെമ്മറിയിൽ കിടക്കുന്ന ഒരു തോട്ട് എന്തിന് സ്റ്റിമുലന്റ് ആവണം, എല്ലാം റെക്കോർഡ് ചെയ്ത് അവിടെ കിടപ്പുണ്ട്. എന്തിനത് സ്റ്റിമുലന്റ് അല്ലെങ്കിൽ എങ്ങനെ സ്റ്റിമുലന്റ് ആകുന്നു എന്ന് ആണ് നോക്കുന്നത്. അത് നോക്കുമ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റാഗ്നേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു മെമ്മറി, ലക്ഷക്കണക്കിന് മെമ്മറീസിൽ എല്ലാം സ്റ്റാഗ്നേറ്റഡ് ആണ്. അതിൽ ഒരെണ്ണം ഒരു പർട്ടിക്കുലർ സമയത്ത് അത് അവിടെ നിന്ന് ഉണരുന്നു. ഇത് ഉണങ്ങിക്കിടന്ന സാധനം അവിടെ ഉണരണമെങ്കിൽ അവിടെ ഒരു അഡീഷണൽ ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാവണം, ഒരു എനർജി ഫ്ലോ ഉണ്ടാവണം. ബേസിക്കായിട്ട് ഒരു എനർജി ഫ്ലോ അല്ലെങ്കിൽ ഒരു ഇമ്പൾസ് അവിടെ വരണം. ഈ ഇമ്പൾസാണ് കർമ്മത്തിന്റെ റൂട്ട് എന്നാണ് നമ്മുടെ കാർമിക് തിയറിയിൽ കാണുന്നത്. ഇതിനൊരു പേര് വിട്ടിട്ടുണ്ട്, ഇച്ഛ. ഇതാണ് ഇച്ഛാ ക്രിയ ജ്ഞാന ശക്തികൾ എന്ന് പറയുന്നത് ഇച്ഛയുടെ. അപ്പൊ ഈ അത് എവിടെ നിന്ന് വരുന്നു, ഈ ഇച്ഛ എവിടെ നിന്ന് വരുന്നു എന്ന് വെച്ചാൽ അതിന് നമ്മുടെ പാസ്റ്റുമായിട്ട് ഒരു കണക്ഷനുണ്ട്. എന്തോ ചെയ്തിട്ട് അങ്ങോട്ടായില്ല, അതുകൊണ്ട് അകത്ത് അത് ചെയ്യണം എന്ന ഒരു ഇൻസ്പിറേഷൻ കിടപ്പുണ്ട്. അത് അവിടെ അടി കിടപ്പുണ്ട്, അത് സ്റ്റിമുലന്റ് ആയിട്ടില്ല. ഒരു പർട്ടിക്കുലർ സാഹചര്യത്തിൽ അതങ്ങ് സ്റ്റിമുലന്റ് ആവും. അതായത് ഈ എനർജി, അത് ഈ ലൈഫ് എനർജി ഈ മെമ്മറി ബോക്സിനകത്തോട്ട് കയറിയിട്ട് ആ പർട്ടിക്കുലർ മെമ്മറിയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അപ്പം പിന്നെ വേറെ ഒന്നും നോക്കണ്ട, ഇത് തോട്ടായിട്ട് അങ്ങ് വന്നു. തോട്ട് വന്ന് ഇങ്ങനെ സർഫസ് ചെയ്യാം. എന്ത് തോട്ടെല്ലാം വരുന്നത് ഈ മെമ്മറിയിൽ നിന്നാണ്. മെമ്മറിയിൽ വേറൊരു കാര്യം കൂടെ നടക്കും. തോട്ട് ഉണ്ടാക്കുന്നതിന് മുമ്പേ നമ്മുടെ ഇമാജിനേഷൻ കൂടെ അതിനകത്ത് പ്ലേ ചെയ്യും. അങ്ങനെ പോകാം എന്ന് മൈൻഡ് ഇപ്പൊ നടക്കുന്ന കാര്യമല്ല, പോകാം എന്ന ഒരു ഐഡിയ. അപ്പൊ അതൊരു ഇമാജിനേറ്റീവ് ഐഡിയ, ഇപ്പൊ നടന്നിട്ടില്ല, മനസ്സിങ്ങനെ പറയണു പോകാം എന്ന് തീരുമാനിച്ചു. ചിന്ത വന്നു. ഇമാജിനേഷൻ തന്നെ നമ്മൾ ക്രിയേറ്റീവ് ഫാക്കൽറ്റി ഓഫ് ദ മൈൻഡ് കോളേജ് അതിനെ കുറിച്ച് വ്യക്തമായിട്ട് മറ്റേ നമ്മൾ ഭാവനയും സങ്കല്പവും എല്ലാം ഒരു വാക്കാണ്, ഫാൻസി ഈക്വൽ ടു ഇമാജിനേഷൻ. അതെ. അപ്പൊ അത് വളരെ
ഇതാണ് ഉള്ളിൽ തന്നെ ഉള്ള സ്റ്റിമുലൻ്റായി കിടക്കുന്ന ഒരു വലിയ ഫാക്കൽറ്റിയാണ് ഇമാജിനേഷൻ. ഈ ഇമാജിനേഷൻ നമ്മൾ മെമ്മറിയിൽ കമ്പൈൻ ചെയ്തിട്ട് അതൊരു പർട്ടിക്കുലർ ഒരു 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 റൂട്ട് പിടിക്കും. അങ്ങനെ പിടിച്ചു കഴിയുമ്പോഴത്തേക്കും അത് തോട്ടായിട്ട് സർഫസ് ചെയ്യും. ഈ തോട്ടായിട്ട് സർഫസ് ചെയ്യുന്നത് ഈ സബ് കോൺഷ്യസ് മൈൻഡിലാണ് മെമ്മറി സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് ഇത് നമ്മുടെ പെരിഫറൽ മൈൻഡിലേക്ക് കോൺഷ്യസ് മൈൻഡിലേക്ക് തോട്ട് കയറി വരിക. അവിടെ കയറി അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് അറിയും. അപ്പോഴാണ് അറിയുന്നത്. നേരത്തെ നമ്മൾ അറിയുന്നില്ല. ഇച്ഛ അവിടെ വന്നപ്പോൾ നമ്മൾ അറിഞ്ഞില്ല. മെമ്മറി സ്റ്റിമുലൻ്റ് ആയപ്പോഴും നമ്മൾ അറിഞ്ഞില്ല. ഇത് ഒരു തോട്ടായി പുറത്തേക്ക് വന്നപ്പോൾ നമ്മൾ അറിഞ്ഞു. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കോൺഷ്യസ് മൈൻഡിലേക്ക് ഇത് വന്നു. അത് അടിയുന്ന വന്ന ഇപ്പം മൈൻഡിനെ നമ്മൾ അങ്ങനെ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോൺഷ്യസ് മൈൻഡ് അതൊരു ഓഷൻ പോലെ എടുത്തിരിക്കുന്നു അവർ. അതിൻ്റെ ഡീപ്പർ ലെവലാണ് സബ് കോൺഷ്യസ് മൈൻഡ്. അതിൻ്റെ ഡീപ്പർ മൈൻഡാണ് അൺകോൺഷ്യസ്. അതിൻ്റെ ഡീപ്പർ ലെവലാണ് നമ്മുടെ ഈ സുപ്രീം ലെവൽ എന്ന് പറയാം, സൂപ്പർ കോൺഷ്യസ് എന്ന് അങ്ങനെയൊക്കെ കാറ്റഗറൈസ് ചെയ്തു. ഈ മെമ്മറി സബ് കോൺഷ്യസിൽ നിന്ന് ഇത് കയറി സ്റ്റിമുലൻ്റായി തോട്ട് മെമ്മറിയിൽ നിന്ന് വന്നു, കോൺഷ്യസ് മൈൻഡിലേക്ക് വന്നു. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ തോട്ട് വന്നു. പ്രോസസ് നേരത്തെ തുടങ്ങി. തോട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത ഉടനെ ഇത് എങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഒരു ഡിസയർ പോലെ വന്നിരിക്കും. അത് 2-3 പ്രാവശ്യമൊക്കെ ഒരു തോട്ട് സർഫസ് ചെയ്ത് വരുമ്പോൾ അതൊരു ഡിസയറിന്റെ ഫോമിലോട്ട് മാറും. പിന്നെ അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അത് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2-3 പ്രാവശ്യം വന്നു, ഇന്ന് അതങ്ങ് പോയി, നാളെ അത് വീണ്ടും വരുന്നു, അപ്പോഴത് നടക്കുന്നില്ല. എന്നാൽ അത് കുറച്ചുകൂടെ ആക്റ്റീവായി. അങ്ങനെ പല പ്രാവശ്യം ഇത് വന്നും പോയി ഇരിക്കുമ്പോൾ പിന്നെ ഇതങ്ങ് വരാൻ തുടങ്ങാം. ഇത് ചെയ്യാതെ ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറും. അപ്പോൾ നല്ല സ്റ്റിമുലൻ്റായി. ഇങ്ങനെ സ്റ്റിമുലൻ്റ് ആകുന്ന മെമ്മറിയാണ് നമ്മൾ ആക്ഷനിലേക്ക് പുഷ് ചെയ്യപ്പെടുന്നത്. തോട്ട് അങ്ങനെ വരുന്ന തോട്ട്, മെമ്മറിയിൽ വരുന്ന തോട്ടാണ് നമ്മളിത് ആക്ഷനിലേക്ക് പുഷ് ചെയ്യുന്നത്. ആക്ഷനിലേക്ക് പുഷ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എക്സ്പോസ് ടു എക്സ്പീരിയൻസ് ആണ്. ഇന്നർ എക്സ്പീരിയൻസിൽ നിന്ന് ഔട്ടർ എക്സ്പീരിയൻസിലേക്ക് പോവുക. ആ ഔട്ട്സൈഡ് എക്സ്പീരിയൻസിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കാം. ഇത് പലതും നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം പ്രസന്റിലാണ് നടക്കുന്നത്. ഈ പ്രസന്റിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് മറ്റൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഈ നടക്കുന്ന കാര്യം നമ്മൾ കുറച്ചൊരു സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡ് കഴിഞ്ഞ് അറിയുന്നു. അപ്പൊ അതുകൊണ്ട് ഒന്നും തന്നെ പ്രസന്റിൽ നമ്മൾ അറിയുന്നില്ല. ഒരല്പ ഡിലേ ഉണ്ട് അതിനകത്ത്. അത് ഈ പ്രോഗ്രാമിൽ വന്നിട്ടുള്ള ഒരു ഡിലേ. അപ്പൊ എന്നാലും അറിയുന്നത് പ്രസന്റ് എന്ന് എടുക്കാം. പ്രസന്റിൽ അറിഞ്ഞു. നമ്മൾ ടി വിയിൽ ലൈവ് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ആ പ്രസന്റിൽ നിന്നിട്ട് നമ്മൾ ഇത് എക്സിക്യൂഷനിലേക്ക് പോകും. എക്സിക്യൂഷനിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉടനെ ഒരു ഇവാലുവേഷൻ നടക്കാം. എനിക്കിതൊക്കെ പറ്റുമെന്ന്. ഇത് ആഗ്രഹങ്ങളുണ്ട്, ഇത് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ എനിക്കിതിപ്പോൾ നടത്തിയെടുക്കാനുള്ള എല്ലാം ഉണ്ടോ എന്ന് നോക്കുക. അത് ക്വിക്കൊരു പ്രോസസ്സ് നടക്കണം. അപ്പോഴാണ് പറയുന്നത് എനിക്കിത് കയ്യിൽ പോകാനുള്ള സൗകര്യം ഇല്ലല്ലോ എന്ന്. പോയാലേ പറ്റുള്ളൂ എന്ന് തോന്നിക്കുക. അറച്ചായി കഴിഞ്ഞു. പോയാലേ പറ്റുള്ളൂ, പക്ഷെ പോകാനുള്ള കാര്യം എൻ്റെ കയ്യിലില്ലല്ലോ. വണ്ടിയില്ല, അല്ലെന്നുണ്ടെങ്കിൽ ആൾബലമില്ല, അല്ലെങ്കിൽ പൈസ ഇല്ല, എന്തെങ്കിലുമൊക്കെ. പക്ഷെ പോയേ പറ്റുള്ളൂ എന്ന് ഉറപ്പിച്ചു. അങ്ങനെ വരുമ്പോൾ വരുന്നൊരു കണ്ടീഷനാണ് നമ്മൾ ഈ പറഞ്ഞ സ്ട്രെസ്. അത് ചിലപ്പോൾ വരും. സ്ട്രെസ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ലെവൽ ഓഫ് ഒരു സ്ട്രെസ് അവിടെ ഉണ്ടാകും. അപ്പം നമ്മൾ അതിനെ അതിജീവിക്കാനുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിലേക്ക് പോയിട്ട് ഇത് ഫ്രാക്ടിഫൈ ചെയ്യും. ഫ്രാക്ടിഫൈ ചെയ്യുന്ന പ്രോസസ്സിലേക്ക് ഇറങ്ങും. ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കില്ല. ഒരുപാട് ഫാക്ടേഴ്സ് വേണമെങ്കിൽ വന്നാൽ നടക്കും. അപ്പം അങ്ങനെ നമ്മൾ ഈ കർമ്മത്തിൻ്റെ ഒരു സ്ഥലത്തേക്ക് പോയി. ഇപ്പോൾ നമുക്ക് ഇത് 1-2 പ്രാവശ്യം കഴിയുമ്പോൾ നമുക്ക് ആദ്യമേ തന്നെ 1-2 പ്രാവശ്യം കഴിയുമ്പോൾ ആദ്യമേ തന്നെ നമുക്ക് റിസൾട്ട് ഓറിയൻറ്റഡ് ആണ് ഈ കാര്യം. നേരത്തെ പ്രിപ്പയർ ചെയ്തു, മനസ്സ് പറഞ്ഞു, അത് നടത്താൻ പറ്റുമോ എന്ന് പറഞ്ഞ് നമ്മൾ പോയി നോക്കാം. അപ്പോൾ റിസൾട്ട് ഓറിയൻറ്റഡ് ആയി നമ്മളൊരു കാര്യം എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ മൈൻഡ് ഫ്രീ അല്ല. മൈൻഡിന്റെ ഫുൾ എനർജി അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടാതെ റിസൾട്ടിലേക്ക് ഒരു പാർട്ട് ഇരുന്ന് നോക്കും. നടക്കണോ എന്നും കൂടെ നോക്കും. അതുകൊണ്ടാണ് നമ്മളുടെ ആക്ഷൻ ഫ്രക്ടിഫൈങ് ആക്ഷൻ ആവാതെ വരുന്നതെന്നാണ് നമ്മുടെ വേദാന്ത ശാസ്ത്രം കാണുന്നത്. ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് ആക്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരല്പം റിസൾട്ട് ഓറിയന്റഡ് സാധനം അവിടെ കിടക്കും. അപ്പൊ അതുകൊണ്ടാണ് ഗീതയിലും മറ്റും പറയുന്ന റിസൾട്ട് നോക്കാതെ നീ കർമ്മം ചെയ്യണം. അപ്പൊ അത് അങ്ങനെ അത് ട്രെയിനിങ് ഉള്ളവർക്കേ പറ്റത്തുള്ളൂ. നമ്മൾ ചെയ്യുന്നു എന്തെന്ന് വെച്ചാൽ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു, ചെയ്ത് തീരുന്നു. അപ്പൊ അങ്ങനെ വരില്ല. റിസൾട്ട് ഓറിയന്റഡ് ആയി നോക്കുന്നതുകൊണ്ട് ഇത് തീരത്തില്ല. കുറച്ച് ശകലം ബാക്കി കിടക്കും. ഫുള്ളി കംപ്ലീറ്റഡ് ആക്ഷനായി മാറത്തില്ല. ആ റിമൈൻ പിന്നെ മെമ്മറി പോയി കിടന്നിട്ട്
അത് പിന്നെയും ഇതുപോലെ തോട്ടായി സ്റ്റിമുലൻ്റായി മുകളിലേക്ക് വരും. ഇങ്ങനെയാണ് ഈ കാർമിക് കണക്ഷൻ കിടക്കുന്നത്. അതെ അതെ അതെ. എന്തെങ്കിലും നമ്മൾ ഇതുപോലെ ആഗ്രഹിച്ചിട്ട് നടത്താത്ത കാര്യം അവിടെ ലൈവായി കിടക്കും. എന്നാൽ ചില കാര്യങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. റിപ്പീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് കാണാനോ അത് ഒരിക്കൽ കൂടെ തിങ്ക് ചെയ്യാനോ പോലും മനസ്സ് നമുക്ക് വരത്തില്ല. ആഘാതങ്ങൾ ഉണ്ടാക്കിയ അനുഭവങ്ങൾ ഒരുപാട് മനുഷ്യനുണ്ട്. അപ്പൊ അതിനെന്ത് ചെയ്യും, നമ്മൾ സപ്രസ് ചെയ്ത് വെക്കും. അത് വരുമ്പോഴേ നമുക്ക് എൻ്റെ അടുത്ത് പറയണ്ടെന്നല്ലേ പറയും, നമ്മൾ ഓർമ്മിപ്പിക്കേണ്ട തന്നെ എന്ന് പറയും. ഓർക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ നമ്മുടെ കണ്ടന്റിന്റെ ഡീപ്പർ തലങ്ങളിലേക്ക് ഇറങ്ങി കിടക്കും. ഞാൻ ചിലരോടൊക്കെ ഇങ്ങനെ സെഷൻസിലേക്ക് പറയാറുണ്ട്, ഞാൻ പറഞ്ഞിട്ട് സോൾവ് ബിറ്റ്വീൻ യു ആൻഡ് മീ. അപ്പൊ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് കഴിഞ്ഞോളൂ, അതൊക്കെ പറഞ്ഞോ അല്ലെങ്കിൽ ചെയ്തോ തീർക്കുക. പിന്നെ നമ്മൾ അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മളെന്ന് പറഞ്ഞ പോലെ ഒരു മസാല ദോശ പിന്നെ വീണ്ടും ഒരു ജന്മം എടുക്കേണ്ടി വരും എന്ന് പറയും പോലെയാണ്. അപ്പൊ ലെറ്റ് ഇറ്റ് ബി ഫിനിഷ്ഡ് ദെയർ എന്ന് പറയുന്ന ഒരു സംഗതി. പക്ഷെ അത് പറ്റുന്നില്ലല്ലോ, പറ്റുന്നില്ല. കാരണം അത് ഒരുപാട് പല സന്ദർഭങ്ങളിൽ അത് നമ്മുടെ ഒന്നാമത്തെ കാര്യം ഞാനും നീയും എന്ന് പറയുന്ന ആ ഒരു സാധനം തന്നെ അവിടെ ഇല്ലാതാവുന്നു. അപ്പൊ ശരിക്കും നമ്മള് ജീവാത്മാവും പരമാത്മാവും കാണുന്നത് തന്നെ അങ്ങനെയാണ്, ഞാനും നീയും എന്നുള്ള രീതി. ആ മിററിംഗ് ആണ് ശരിക്കും പറഞ്ഞത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഞാനെന്ന് പറയുമ്പം ഞാൻ ഒരുപാട് സാധനങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ എന്നെ ഒരുപാട് വള്ളികൾ വെച്ച് കെട്ടിയിരിക്കുന്നു. അടുത്തിരിക്കുന്ന ആളും ഇതുപോലെയാണ്. അപ്പൊ ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് ആ പറയുന്ന ഒരു മൊമെന്ററി, നമ്മൾ നേരത്തെ പറഞ്ഞ ബ്ലിസ്സിലേക്ക് അല്ലെങ്കിൽ ആ ഒരു എൻജോയ്മെന്റിലേക്ക് വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എക്സസീവ് ഉണ്ടാകുന്നത്. മേ ബി അത് മൊമെന്ററി ആയിരിക്കും, പക്ഷെ അതിന് കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി വെരി ഹൈ. അപ്പൊ ഈ ഒരു പോളിസി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നത്തിങ് ടു വറി. അത് ആ കർമ്മ അവിടെ ഫുൾഫിൽ ആയി പോകുന്നു. സാധാരണ ആവില്ല. കാരണം ഇത് റിസൾട്ട് ഓറിയന്റേഷൻ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഫുൾ ഫോക്കസ് വരും. തന്നെ സ്ത്രീകൾക്ക് തന്നെ പലർക്കും ട്യൂമർ വരുന്നതിന്റെ റീസൺ ഇതുപോലെയാണ്. ഈ സപ്രസ്ഡ് ഇമോഷൻസ് ആണ്. പലയിടത്തും അവർക്കൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ അടിച്ചമർത്തിയ. അപ്പൊ അത് എന്ത് വികാരമാണെങ്കിലും പോട്ടെ, എബൌട്ട് ചെയ്യുക. നമ്മള് പൂജ്യ ഗുരുദേവ് ശ്രീ ശിവശങ്കർ പറയാറുണ്ട്, ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയും. നമ്മൾ എന്തിനാ പിടിച്ചു വെക്കുന്ന ഒരു വലിയൊരു കോൺസെപ്റ്റ് ആണ് ഈ ഒരു സാധനം എന്ന് വെച്ചാൽ. ട്രെയിൻഡ് ആയി പോയി. അതെ, അറിയാതെ ആ വാസനയിൽ കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാൽ ഈ കാർമിക് ഒരു ബോണ്ടിനകത്താണ് ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് അവിടെ നിന്ന് അത് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് നിൽക്കുകയാണ്. റിസൾട്ട് ഓറിയന്റേഷൻ നമുക്കില്ലെങ്കിൽ അത് തന്നെ നടക്കും. ഫുൾ എനർജി അതിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും, അത് നടക്കുകയും ചെയ്യും. പക്ഷെ നമുക്കൊരു സംശയമുണ്ട്, നടക്കുകയും ചെയ്യും. സെമിറ്റിക് മതങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചൊരു വലിയൊരു കോടാലിയാണ്. ഇതാണ് ഇല്ല, ഈ പുണ്യവും പാപവും ഇതെല്ലാം കൂടെ ആക്കി വെച്ചൊരു വല്ലാത്ത ആചാര്യസ്വാമി എന്ന് പറയുന്നുണ്ട്, എന്നെ പുണ്യം എന്നെ പാപം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവർക്കത് പറ്റുന്നില്ല. ഇവരതിനെ ക്രോഡീകരിച്ച് ഭയങ്കരമായിട്ട് വെച്ചേക്കാണ്. ഇല്ലെങ്കിൽ പൊരിച്ചുളയും എണ്ണയിലിട്ടുളയും ചുട്ടുളയും എന്ന് പറഞ്ഞിട്ടൊക്കെ ഭീകരമായിട്ടുള്ള വാദങ്ങളാണ് അവർ പറഞ്ഞു ചെയ്യുന്നത്. അപ്പൊ ഇനി അതിന്റെ ആ കർമ്മത്തിന്റെ ബാക്കി ശകലം കൂടെ നോക്കാം നമുക്ക്. അതായത് ഇപ്പൊ നമ്മൾ കർമ്മം വന്നു, തോട്ട് വന്നു, റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് ചെയ്തു, നടന്നില്ല. അപ്പൊ ആ സ്റ്റോർ ഹൗസിൽ പോയി പിന്നെ ഇരിക്കാം. ചിലതൊക്കെ കുറെ കൂടെ ഡീപ്പായിട്ട് തള്ളി വയ്ക്കും താഴോട്ട്. അപ്പൊ ആ ഡീപ്പായിട്ട് തള്ളി വയ്ക്കുന്നത് നമുക്ക് കാണാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. ഈ കാണാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞത് കാണാതിരിക്കുന്നില്ല, കാരണം സ്വപ്നമായിട്ട് ഇത് കയറി. അപ്പൊ 5 പ്രാവശ്യം സ്വപ്നം കാണുമ്പോ പിന്നെ സ്വപ്നവും കാണാൻ നമുക്ക് താല്പര്യം കാണും. വീട്ടില് ഗസ്റ്റ് വരുമ്പോൾ വേണ്ട സാധനമൊക്കെ എടുത്ത് ഒളിച്ചു വയ്ക്കും. അതുപോലെ താഴ്ത്തിയും കഴിക്കും. പിന്നെ ഇവൻ താഴ്ത്താനുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് അൺകോൺഷ്യസ് മൈൻഡിലോട്ടാണ് താഴ്ന്നത്. ഈ അൺകോൺഷ്യസ് ആണ് ബോഡിയുടെ ഫങ്ഷനെ കൺട്രോൾ ചെയ്യുന്നത്. ആ ഫങ്ഷൻ ഇരിക്കുന്ന സ്ഥലത്താണ് ഈ പ്രഷർ കയറുന്നത്. അതാണ് പലർക്കും രാത്രി ഞെട്ടലും പിന്നെ പൊട്ടിത്തെറികളും ബഹളങ്ങളുമാണ്. ഉറക്കം പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റില്ലല്ലോ, അസുഖം വരും. അപ്പൊ അങ്ങനെയാണ് ഈ അസുഖം ആധി ഉണ്ടായിട്ട് അത് വ്യാധിയായി മാറുന്നത് ഈ കണ്ടീഷനിലാണ്. അപ്പൊ കർമ്മം നമ്മൾ കൃത്യമായി നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് വ്യാധിയായിട്ട് മാറും. അങ്ങനെ വരും. നമുക്ക് അത് അറിയാം, നമ്മുടെ സിസ്റ്റത്തിനെ മാറ്റുകയാണ്. ഹാർട്ട് ഇടിപ്പ് കൂടും, ശ്വാസം വലി കൂടും, നമുക്ക് ഡൈജസ്റ്റീവ് പ്രോഗ്രാം ഒക്കെ ഷട്ട് ഡൗൺ ചെയ്യും, അങ്ങനെ സ്ട്രെസ് കയറും. ഇങ്ങനെ നമ്മളൊരു ആക്ഷൻ്റെ സിമ്പിളായിട്ടൊരു പ്ലാനിനെ നമ്മൾ ആൾട്ടർ ചെയ്തിട്ട് ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോഗ്രാം ആക്കി അറിഞ്ഞാൽ ചെയ്യില്ല, അറിയാതെ അങ്ങനെ മാറ്റി വെച്ചോണ്ടിരിക്കും. എന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ കർമ്മത്തിൽ നിന്ന് എനിക്ക് എങ്ങനെയും മുക്തി കിട്ടിയാൽ മതി എന്നാണ്. ശരിക്കും പറഞ്ഞാൽ 5 മിനിറ്റ് കാരണം ഇത് തീർക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഈ ഒരു അങ്ങനെ വന്നാൽ ഇപ്പൊ ഇത് പോകുന്നില്ല, തീരുന്നില്ല. ഇങ്ങനെ പോകാതെ ഇത് അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഇതിനെന്ത് സംഭവിക്കും എന്നുള്ളത് ശാസ്ത്രീയമായി ചിലപ്പം വലുതായിട്ടൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ അത്ര പൂർണ്ണമായിട്ടും പഠിച്ചിട്ടില്ലെങ്കിലും
നമ്മുടെ മറ്റ് സങ്കല്പങ്ങളിലും അല്ലെങ്കിൽ എക്സ്പ്ലോറേഷനിലും ഒക്കെ ഇതിന് എന്ത് സംഭവിക്കുമെന്ന് ഇമാജിനേഷൻ്റെയും ചില എക്സ്പീരിയൻസുകളുടെയും ബേസിസിൽ നോക്കി വെച്ചിരിക്കുന്നു കുറേ ആചാര്യന്മാർ. അത് നമുക്ക് അങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല, നമ്മളത് എടുത്ത് നോക്കണം. നമുക്ക് പറ്റുമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ വിടുക. അപ്പം അങ്ങനെ നോക്കി വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ അൺഫുൾഫിൽഡ് ആയിട്ടുള്ള കർമ്മങ്ങൾ മരിക്കാറായി, ഇത് അവിടെ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ അല്ലെങ്കിൽ മരിക്കാറായില്ല, പക്ഷെ പ്രായം മാറിപ്പോയത് കൊണ്ട് ചില കർമ്മങ്ങൾ ചില പ്രായങ്ങളിൽ മാത്രമേ നടത്താൻ പറ്റുള്ളൂ. ആ പ്രായം തള്ളിപ്പോയി എന്ന് പറയുമ്പോൾ ഇത് നടത്താൻ പറ്റത്തില്ല. ഈ ജന്മം എന്ന് പറയുന്നതിനകത്ത് ഇതിന് പോസിബിലിറ്റി ഇല്ല. അപ്പോൾ എന്താണ്, ഇതല്ലാതെ ഇതെങ്ങനെയെങ്കിലും തീർക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അപ്പോൾ ഇത് ഈ സാധനം പൊങ്ങി വരുമ്പോൾ നോക്കുക, ഇതിന് ഒഴിവാണ്, ഇങ്ങനെ മാർഗമുണ്ട്. ഈ സാധനം പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നു, നമ്മൾ ആക്ഷനിൽ പോകുന്നില്ല, അവിടെ ഇരുന്ന് റൂട്ടിൽ കാണുക. തോട്ട് സർഫസ് ചെയ്ത് അപ്പം തന്നെ നോക്കിക്കൊണ്ടിരിക്കുക, മെഡിറ്റേറ്റ് ചെയ്യാം, കർമ്മത്തിൽ മെഡിറ്റേറ്റ് ചെയ്യാം. അപ്പം കർമ്മം ഇങ്ങനെ ആവശ്യപ്പെടുകയാണ്, ഇന്ന കാര്യം ചെയ്യണം, അപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം കുറച്ച് പ്രാവശ്യം നോക്കുമ്പോഴത്തേക്ക് ഇത് പതുക്കെ ഒന്ന് വീക്കാവും, അത് പോയിട്ട് പഴയ സ്ഥലത്ത് തന്നെ പോയിരിക്കും. അങ്ങനെ പല പ്രാവശ്യം നോക്കി ഇത് ചിലപ്പോൾ നല്ല വീക്കായി മാസങ്ങളോളം വരില്ല. സഡൻലി ഒരു സമയത്ത് ഇതെല്ലാം കൂടെ പൊട്ടി ഫ്ലഡ് ഗേറ്റ് പോലെ വരും, തുറന്നെങ്കിൽ വരും. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ പിന്നെ അപ്പം നമുക്ക് ഒരു കൺട്രോളും ഇല്ല. അങ്ങനെ കൊടുങ്കാറ്റ് പോലെയും വരിക, അല്ലെങ്കിൽ ഒരു ഫ്ലഡ് പോലെയും വരിക. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ബോധമില്ലാതെ അങ്ങ് പ്രവർത്തിക്കുക, അത്ര ഇൻസ്പയർഡ് ആയിപ്പോയി, ബോധമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ റിസൾട്ട് എന്ത് വരും എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഊഹമില്ല. പക്ഷേ എന്തും വരാം, എന്ത് വന്നാലും അതിനെ അങ്ങനെ എടുക്കാനുള്ള മനസ്സും കാണത്തില്ല. ഈ ഒരു പർട്ടിക്കുലർ സാധനം വരണമെന്നല്ലേ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഫ്ലഡ് ഗേറ്റ് ഉണ്ടായിട്ട് നമുക്കത് മനസ്സിലാകത്തില്ല. എന്താണ് ഈ റിസൾട്ടിനെ കുറിച്ച് നോക്കാതെ വന്നതിനെ അങ്ങനെ എടുത്ത് പോവുക എന്നുള്ളത്, അതും വരില്ല. അങ്ങനെ വരുമ്പോൾ ഈ സാധനം വളരെ പവർഫുൾ ആയിട്ട് ആക്റ്റീവ് ആയിരിക്കും. ഈ കർമ്മം എന്ന് പറയുന്നത് ഇവിടെ തീർന്നില്ല എന്ന് സങ്കല്പിക്കുക. ഈ ജീവിതത്തിൽ നടത്തിയില്ല, മറ്റേ ഡെത്ത് ബെഡ് കിടക്കുകയോ, ഇത് കുറെ സങ്കല്പങ്ങളായിരിക്കും, അത് പഠിക്കേണ്ട കാര്യമാണ്. അപ്പൊ അങ്ങനെ കിടക്കുക. ആ സന്ദർഭത്തിൽ ഇനി ജീവന് യാതൊരു സാധ്യതയും ഇല്ല, ലാസ്റ്റ് മൊമെന്റ് ആയിപ്പോയി. ഇങ്ങനെ ലാസ്റ്റ് മൊമെന്റിൽ ഒരാൾ എത്തി നിൽക്കുകയാണ്. കണ്ടന്റിൽ ഈ സാധനങ്ങളെല്ലാം ആക്റ്റീവായി കിടപ്പുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്നത് വെച്ചാൽ ആ സന്ദർഭത്തിൽ ഈ നമ്മുടെ പ്രാണൻ, പല പ്രാണന്മാരുണ്ടല്ലോ, പ്രാണാപാന സമാനം വ്യാനം എന്ന് പറഞ്ഞ്. അപ്പൊ ഈ പ്രാണന്മാരിൽ ഈ താഴെ നിൽക്കുന്ന അപാനൻ മുകളിലോട്ട് ഡൈവേർട്ട് ചെയ്ത് മുകളിലോട്ട് മാറുന്ന, അപ്പൊ അത് സമാനനെ പുഷ് ചെയ്യും. പിന്നെ നേവൽ സെന്ററിൽ ഭയങ്കരമായിട്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്യും. നേവൽ സെന്ററിന്റെ എലമെന്റ് എന്ന് പറയുന്നത് ഫയർ എലമെന്റ് ആണ്. അപ്പോൾ ഫയർ എലമെന്റ് ഓൺ ആയിരിക്കുമ്പോൾ വിഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫയർ ലൈറ്റ് വിഷൻ, ഹീറ്റ് ഫയർ ലൈറ്റ് വിഷൻ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇയാളെ സങ്കല്പത്തിൽ ചില വിഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള പരുവത്തിലാണ് ബോഡി നിൽക്കുന്നത്. കാരണം എലമെന്റ് ഫയറായി ഓണായി, മുകളിലോട്ട് കയറുക. അങ്ങനെ അപ്പോൾ എന്തൊക്കെ കുറച്ച് വിഷൻസ് എല്ലാം വരുന്നത് ഈ മെമ്മറി കണ്ടന്റിന്റെ വരുള്ളൂ. അങ്ങനെ വിഷൻസ് വന്നു. അങ്ങനെ ഈ വിഷൻസ് വരുമ്പോൾ ഇയാളുടെ ആകെത്തുകയിൽ ഇയാൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണുള്ളത്, ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കൂടെ ഒരു ബൊണ്ടാഷ് പോലെ, കാരണം സമയമില്ല, അവസാനത്തെ ശ്വാസം എടുക്കുക. ഈ അവസാനത്തെ ശ്വാസം എടുത്തിട്ട് ഇത് പുറത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു മൊണ്ടാഷ് പോലെ, അതാണ് നമ്മുടെ തനത് വിശ്വരൂപം. അകത്ത് ബാക്കി കണ്ടന്റിൽ എന്താണുള്ളത്, ചിത്രഗുപ്തന്റെ കണക്ക് നോക്കുന്നത്. അപ്പൊ ഈ ആള് തന്നെ കണക്കങ്ങ് നോക്കും. ഇയാൾ കാണുക ഈ എല്ലാം കൂടെ ഒരു മൊണ്ടാഷ് പോലെ.